നമ്മളെല്ലാവരും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവരാണല്ലോ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെറുതെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കാണുന്ന ഒരു പരസ്യം എങ്ങനെയാണ് നമ്മളെക്കൊണ്ട് ഒരു സാധനം വാങ്ങിപ്പിക്കുന്നതെന്ന്? ഇതിനു പിന്നിൽ ഒരു കിടിലൻ മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. അതാണ് കൺവേർഷൻ ഫണൽ. ഇന്ന് നമ്മൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അല്ലേ, ഇതൊരു നല്ല ചോദ്യമല്ലേ? വെറുതെ കണ്ടുപോകുന്നൊരു പരസ്യം, അത് പിന്നെ എങ്ങനെയാണ് നമ്മൾ കാശ് കൊടുത്തു വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റായി മാറുന്നത്? ഇതൊരു മാജിക് ഒന്നുമല്ല. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ കൺവേർഷൻ ഫണൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു മാപ്പ് പോലെയാണ്. നിങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരാളെ പടിപടിയായി നിങ്ങളുടെ ഒരു കസ്റ്റമറാക്കി മാറ്റുന്ന യാത്രയുടെ ഒരു ബ്ലൂ പ്രിന്റ്. നമുക്ക് ഈ യാത്രയുടെ ഓരോ സ്റ്റേജായിട്ടൊന്ന് കണ്ടാലോ? ആദ്യത്തെ സ്റ്റേജ് അവബോധം. ഇത് ശരിക്കും ഒരു മീൻപിടുത്തക്കാരൻ വലിയൊരു വലയെറിയുന്നതുപോലെയാണ്. പറ്റാവുന്നത്ര ആളുകളിലേക്ക് തങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ചുള്ള സന്ദേശം എത്തിക്കുക. ഇവിടെയാണ് ആ വലിയ ജനക്കൂട്ടത്തെ ആദ്യമായി ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: ആൾക്കൂട്ടത്തിൽ നിന്നൊന്ന് ഉറക്കെ വിളിച്ചു പറയണം, ഹേയ്, ഞങ്ങളിവിടെയുണ്ട്, നിങ്ങൾക്കാവശ്യമുള്ളതൊന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ലോകത്തെ അറിയിക്കണം. അത്രമാത്രം. നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അവർ പല വഴികളും ഉപയോഗിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ആ പരസ്യം, അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും തിരയുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ലിങ്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ഒരു പ്രൊഡക്റ്റിനെപ്പറ്റി സംസാരിക്കുന്നത്, ഇതെല്ലാം ആ വലിയ വലയുടെ ഓരോ കണ്ണികളാണ്. അപ്പോ ഈ സ്റ്റേജിൽ ഇവർ വിജയിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അതിനാണ് ഈ കണക്കുകൾ. എത്ര പേർ ആ പരസ്യം കണ്ടു, അതാണ് റീച്ച്. അതിൽ എത്ര പേർക്കൊരു താൽപ്പര്യം തോന്നി അതിലൊന്ന് ക്ലിക്ക് ചെയ്തു, അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ് അഥവാ CTR. ഈ ക്ലിക്കുകളാണ് നമ്മളെ ഫണലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന വാതിൽ. ശരി, ഇനി രണ്ടാമത്തെ സ്റ്റേജ് പരിഗണന. നമ്മൾ വലയെറിഞ്ഞു, ഇനി അതിൽ ചെറുതായിട്ടൊന്ന് കൊത്തിയ മീനുകളെ മാത്രം ശ്രദ്ധിക്കുന്ന സ്റ്റേജാണിത്. അതായത് പരസ്യം കണ്ട് ക്ലിക്ക് ചെയ്ത, കുറച്ചുകൂടി താൽപ്പര്യം കാണിച്ചവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഘട്ടം. ഇവിടെ ലക്ഷ്യം മാറുകയാണ്. ആളുകളുടെ മനസ്സിലെ ഇതെന്താ സംഭവമെന്ന ചെറിയൊരു കൗതുകത്തെ, ആഹാ, ഇത് കൊള്ളാമല്ലോ, എനിക്കിത് ആവശ്യമായി വരുമല്ലോ എന്നൊരു ചിന്തയിലേക്ക് മാറ്റണം. ഇവിടെയാണ് ചെറിയൊരു താൽപ്പര്യം പതിയെ വിശ്വാസമായി മാറാൻ തുടങ്ങുന്നത്. ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ അവർ പല പണികളും ചെയ്യും, അല്ലേ? നിങ്ങളുടെ ഇൻബോക്സിലേക്ക് കൂടുതൽ വിവരങ്ങളുള്ള ഇമെയിൽ വരും. നിങ്ങൾ ഒരു തവണ കയറിയ വെബ്സൈറ്റിന്റെ പരസ്യം നിങ്ങൾ പോകുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം നിങ്ങളെ പിന്തുടരും. മറ്റുള്ളവർ ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ റിവ്യൂകൾ കാണിച്ചു തരും. ചിലപ്പോൾ സൗജന്യമായി ഒന്ന് ഉപയോഗിച്ചു നോക്കാനും അവസരം തരും. ഇവരുടെ ഈ തന്ത്രങ്ങളൊക്കെ വർക്കാവുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? അവർ നോക്കും, ആളുകൾ വെറുതെ വെബ്സൈറ്റിൽ വന്ന് പോവാണോ, അതോ അവിടെയുള്ള കാര്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്ക് ലൈക്കും കമന്റും കിട്ടുന്നുണ്ടോ? ഇതൊക്കെ കാണിക്കുന്നത് ആളുകൾക്ക് താൽപ്പര്യം കൂടുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഇനി നമ്മളെത്തുന്നത് ഫണലിന്റെ ഏറ്റവും താഴെയാണ്. ഏറ്റവും നിർണായകമായ ഘട്ടം. ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഫലം കിട്ടേണ്ട സമയം. കച്ചവടം ഉറപ്പിക്കുന്ന ഇടം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇവിടെ: വളർത്തിയെടുത്ത ആ താൽപ്പര്യത്തെ ആ ബൈ നൗ ബട്ടണിലെ ഒരു ക്ലിക്ക് വീഴുന്നതിലേക്ക് എത്തിക്കുക. അതായത് ഒരു യഥാർത്ഥ കച്ചവടം നടക്കണം, അത്രമാത്രം. വാങ്ങാനുള്ള നമ്മുടെ തീരുമാനം പരമാവധി എളുപ്പമാക്കാനാണിവിടെ ശ്രമം. ഇപ്പോൾ തന്നെ വാങ്ങൂ എന്ന് ഓർമ്മിപ്പിച്ചൊരു കോൾ വന്നേക്കാം. ഓഫർ ഇപ്പം തീരുമെന്നൊരു പേടിപ്പെടുത്തൽ കാണാം. പൈസ കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത വളരെ സിമ്പിളായ പേയ്മെന്റ് പേജുകളുണ്ടാകും. ഇതെല്ലാം ആ അവസാനത്തെ ഒരു ക്ലിക്കിന് വേണ്ടിയാണ്. ഇവിടെയാണ് ശരിക്കും ബിസിനസിന്റെ ജയവും തോൽവിയും ഒക്കെ തീരുമാനിക്കുന്നത്. താൽപ്പര്യം കാണിച്ചവരിൽ എത്ര ശതമാനം പേർ ശരിക്കും വാങ്ങി, അതാണ് കൺവേർഷൻ റേറ്റ്. ഒരാളെക്കൊണ്ട് വാങ്ങിപ്പിക്കാൻ എത്ര കാശ് മുടക്കി, വാങ്ങിയ ഓരോരുത്തരും ശരാശരി എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങി. ഈ കണക്കുകളാണ് കച്ചവടം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ സ്റ്റേജും കണ്ടു. ഇനി ഇതൊക്കെ ഒരുമിച്ച് വെച്ച് നോക്കിയാലോ? ഈ സിസ്റ്റം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്പറുകൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് കാണണ്ടേ? നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം, അല്ലേ? വിചാരിക്കുക, നിങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റിന്റെ പരസ്യം ഒരു 10,000 പേര് കണ്ടു. ഇതാണ് നമ്മുടെ ഫണലിന്റെ ഏറ്റവും മുകൾ ഭാഗം. പക്ഷേ ദാ ഇങ്ങോട്ട് നോക്കിക്കേ, ആ 10,000 പേരിൽ വെറും 500 പേരാണ് അടുത്ത സ്റ്റേജിലേക്ക് വന്നത്. അതായത് പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ അറിയാൻ താൽപ്പര്യം കാണിച്ചത്. ബാക്കി 9,500 പേരും അവിടെ വെച്ച് പോയി. കണ്ടോ ഫണൽ എത്ര പെട്ടെന്നാ ചെറുതായതെന്ന്? തീർന്നില്ല. ആ താൽപ്പര്യം കാണിച്ച 500 പേരിൽ നിന്ന് അവസാനം സാധനം വാങ്ങിയത് വെറും 50 പേർ. എവിടെ 10,000, എവിടെ 50? കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ആളുകൾ എങ്ങനെയാണ് കൊഴിഞ്ഞു പോകുന്നതെന്ന്. ഇതുകൊണ്ടാണ് ഇതിനെ ഫണൽ എന്ന് വിളിക്കുന്നത്. അപ്പോ എന്താ ഇതിൻ്റെയൊക്കെ ഫലം? നമ്മുടെ കൺവേർഷൻ റേറ്റ് വെറും 0.5%.
0.5%. അതായത് പരസ്യം കണ്ട ഓരോ 1000 പേരിലും 5 പേർ മാത്രമാണ് സാധനം വാങ്ങിയത്. ഈയൊരു കുഞ്ഞു നമ്പറിലാണ് ഒരു മാർക്കറ്റിംഗ് ടീമിന്റെ മുഴുവൻ പ്രയത്നവും അടങ്ങിയിരിക്കുന്നത്. ഒരു ഫണലുണ്ടാക്കിയാൽ മാത്രം പോരാ, അതിലെ ഓട്ടയടയ്ക്കണം. അതായത് എവിടെയാണ് ആളുകൾ കൂടുതലായി കൊഴിഞ്ഞു പോകുന്നതെന്ന് കണ്ടുപിടിച്ച് ആ ചോർച്ച നികത്തണം. ഇവിടെയാണ് നമ്മൾ ഫണലിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പണി ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എവിടെയാണ് ആളുകൾ കൂടുതലായി ഈ യാത്ര നിർത്തുന്നത് എന്ന് കണ്ടെത്തുകയാണ്. ആ തടസ്സം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷണങ്ങൾ നടത്തണം. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങളുടെ വെബ്സൈറ്റിൽ സൈനപ്പ് എന്നൊരു ബട്ടണുണ്ട്, പക്ഷേ ആരും അതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ആ വാക്ക് മാറ്റി നിങ്ങളുടെ ഫ്രീ ട്രയൽ തുടങ്ങൂ എന്നാക്കി നോക്കുന്നു. എന്നിട്ട് ഏത് ബട്ടണിലാണ് കൂടുതൽ ക്ലിക്ക് കിട്ടുന്നതെന്ന് അളന്നു നോക്കുന്നു. ഈ ലളിതമായ ഒരു താരതമ്യ പരീക്ഷണമാണ് A/B ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ അവസാനം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: അപരിചിതനായ ഒരാളെ നമ്മുടെ കസ്റ്റമറാക്കുന്ന ഈ യാത്രയിൽ എവിടെയൊക്കെയാണ് തടസ്സങ്ങളുള്ളത്? ഇതിനെ എങ്ങനെ കുറച്ചുകൂടി എളുപ്പമുള്ള സുഗമമായൊരു യാത്രയാക്കി മാറ്റാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നിടത്താണ് മാർക്കറ്റിംഗിലെ യഥാർത്ഥ വിജയം. അപ്പോൾ ഇനിയൊരു പരസ്യം കാണുമ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങളും ആ വലിയ ഫണലിന്റെ ഒരു ഭാഗമാണ്.